ഞാനിവിടെ കാണിക്കുന്നത് ഒരു അരളി പൊടിപ്പിക്കുന്ന വിദ്യയാണ്. അത് ഞാനിപ്പോൾ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. കമ്പ് ഇവിടെ കമ്പ് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് പേപ്പർ അതിന് കുത്തി വെച്ചിട്ടുണ്ട്. അത് നമുക്കപ്പോൾ വേര് വരുമ്പോൾ നമുക്കിവിടുന്ന് അറിയാൻ പറ്റും. എത്ര ദിവസം കഴിഞ്ഞ് വേര് വരുമെന്ന് അറിയില്ല. 7 ദിവസം ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 10-15 ദിവസമെങ്കിലും ചിലപ്പോൾ എടുക്കുമായിരിക്കാം. വേര് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പത്ത് ദിവസമായ ഒരു അരളിയെന്ന് നമ്മൾ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുപ്പിയിൽ. അതാണ് ഇവിടെ നിറച്ച് വേര് വന്നിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. 2-3 മുകളവും പൊട്ടിയിട്ടുണ്ട്. ഉണ്ടോ, നിറച്ച് വേര് പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഒരു 5 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കിത് എടുത്ത് നടാവുന്നതാണ്. 5 ദിവസം കൂടെ ഇതിൽ ഇരിക്കട്ടെ, അപ്പോഴേ കുറച്ചുകൂടെയൊക്കെ വേര് വരുള്ളൂ. ഇതിപ്പോൾ 10 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 10 ദിവസം കഴിഞ്ഞു. അപ്പോൾ വെള്ളത്തിയിട്ട് കുപ്പിയിലിട്ട് വെച്ചതാണ്. ഇത് വേരൊക്കെ നിറച്ച് വന്നിട്ടുണ്ട്. ഉണ്ടല്ലോ, നമ്മുടെ അരളി ഇവിടെ എടുത്ത് നടാനുള്ള സമയമായിട്ടുണ്ട്. അതിന് നിറച്ച് വേര് വന്നിട്ടുണ്ട്. നല്ല നിറച്ച് വേരായി. ഇനി നമുക്ക് ഇത് നട്ടു കൊടുക്കാം. ഇന്ന് 5 ദിവസം കൂടെ കൂടുതലായിട്ടുണ്ട്. കൈ വയ്യാത്തത് കൊണ്ട് ഞാൻ നടാൻ താമസിച്ചു. നമുക്ക് ചട്ടിയെടുത്ത് നടാനുള്ളത് നോക്കാം. അതിനായി ഇവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ചെടി ഇരുന്ന ചട്ടി തന്നെയാണ്. അതിനാക്കി കുറച്ച് മണ്ണ് വേണം. മണ്ണിന് മുന്നേ നമ്മൾ കരിയിലിട്ടാണ് നമ്മളിത് നടുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കരിയില എടുക്കാം. അതിനായി ഞാൻ ഇവിടെ കുറച്ച് കരിയില എടുത്ത് വെച്ചിട്ടുണ്ട്. കരിയിലയിട്ട് നടുന്നത് നല്ല വെള്ളം വാർന്നു പോവാനും നല്ലൊരു വളവുമാണ്. പിന്നെ നമുക്ക് ഉടനെ വളമൊന്നും ചെയ്യണ്ട. അതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ കരിയില നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണ് വേണം. ഇത്രയും എടുത്തിട്ടുള്ളൂ. കരിയില നിർത്തി വെച്ച് കൊടുക്കാം. കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. നല്ലൊരു വളമാണ്. ഞാനിത് വെച്ചിട്ടാണ് ചെടിയും മലക്കറിയൊക്കെ നടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മണ്ണിട്ട് കൊടുക്കാം. കുറച്ച് മണ്ണിട്ടാൽ മതി. കൈ വയ്യാത്തത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നട്ടു കൊടുക്കാം. നമുക്ക് ഇത് പതുക്കെ അഴിച്ചെടുക്കാം. ഇതിൻ്റെ വേരെല്ലാം മീതെയൊക്കെ വന്നിട്ടുണ്ട്. ഒരു കമ്പേ ഇതിൽ പൊടിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കമ്പ് എടുക്കാം. ഇത് പൊടിച്ചിട്ടില്ല, നമ്മൾ 2 കമ്പ് വെച്ചതാണ്. ഈ കമ്പ് ഒരു കമ്പ് പൊടിച്ചിട്ടുണ്ട്. നിറച്ച് വേര് വന്നിട്ടുണ്ട്. കുറച്ച് വേരൊക്കെ പോയിട്ടുണ്ട്. ഇത് നമുക്ക്
ഈ ചട്ടിയിലേക്ക് നട്ടു കൊടുക്കാം. കണ്ടല്ലോ, നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം. മോൾ ഭാഗം വരെ വേരായിട്ടുണ്ട്. ഇനി ഇത് കരിയില താഴുമ്പോൾ കുറച്ചുകൂടെ താഴും. നമുക്കിത് അധികം അമർത്തി നടണ്ട, വേര് പോവും. ഇങ്ങനെ തന്നെ വെച്ച് തണലത്ത് വെച്ച് കൊടുക്കാം. കുറച്ച് ദിവസം തണലത്തിരുന്ന് മൂട് പിടിക്കണം. വേണ്ടോ, വേര് മീതെയൊക്കെ ഇരിക്കുന്നു കേട്ടോ. ഇനി അത് താന്നിറങ്ങിക്കോളും. നമുക്ക് അതുവരെ മണ്ണിടാൻ പറ്റില്ല. വേണമെങ്കിൽ കുറച്ച് മണ്ണ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇത് നല്ലൊരു വെള്ള അരളിയാണ്. അത് ഞാൻ കുപ്പിയിൽ വെച്ച് വേര് പിടിപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെയൊക്കെ നട്ടു നോക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. ഇന്നിപ്പോൾ ഒരു 15-20 ദിവസമായി. 15 ദിവസം മതിയായിരുന്നു, പക്ഷെ ഞാൻ 5 ദിവസം കൂടുതൽ വെച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുപ്പിയിലിട്ട് വെച്ചാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. വെറും നല്ല പച്ചവെള്ളത്തിൽ കുപ്പിയിലിട്ടാൽ മതി. കൂടെ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ 4 ചുറ്റും എന്തെങ്കിലും കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്ത് അനങ്ങാതെ തന്നെ വയ്ക്കുകയും വേണം. എങ്കിലേ പെട്ടെന്ന് പൊടിച്ച് കിട്ടുള്ളൂ. അത് നല്ല തണലിൽ തന്നെ കൊണ്ടുവയ്ക്കണം. തണലുള്ളിടത്ത് കൊണ്ട് വച്ചേക്കണം. അതുപോലെ ഇപ്പോഴും കുറച്ച് ദിവസം ഞാൻ ഇപ്പം നട്ടതേ ഉള്ളൂ. ഇനി കുറച്ച് ദിവസം ഞാൻ ഇത് ഒന്ന് തണലിലേക്ക് വയ്ക്കാം. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് നട്ടു നോക്കുക. നട്ടു നോക്കിയിട്ട് ഞാനിനി അടുത്ത ടിപ്പുമായി ഉടനെ തന്നെ വരുന്നതാണ്. വേറെ കുറച്ച് ഐറ്റങ്ങളും കൂടെ ഉണ്ട്. തെറ്റിയാണ്. തെറ്റി പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു വിദ്യയാണ്. അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായി എന്നെ ഫോളോ ചെയ്യുക. അപ്പോൾ അതിനായി നിങ്ങൾ ഒരു ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഉടനെ തന്നെ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ.